ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന് പോവാണ്. നമ്മളെല്ലാവരും ഗെറ്റ് റെഡി ആയി. സോ പരിപാടിയുടെ സ്ഥലത്ത് പോയിട്ട് നമുക്ക് കാണാം. അങ്ങനെ സാധനം എല്ലാം എടുത്ത് ഞങ്ങൾ നേരെ ബസ് കയറി. ലേറ്റായിട്ട് വന്നോണ്ട് എനിക്ക് സീറ്റില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഫ്രണ്ടിലാണ് നിന്നത്. പിന്നെ അവരെല്ലാവരും കൂടെ ഫ്രണ്ടിലൊക്കെ കയറി അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. എല്ലാവരും ബസ്സിൽ കയറ്റിട്ട് ഞങ്ങൾ നേരെ പോകാനായിട്ട് റെഡിയായി. ഫ്രണ്ടിൽ നിന്ന് പോയതൊക്കെ റൈഡായിരുന്നു അത്. ഞങ്ങൾ സാധനം എല്ലാം കൂടെ കൊണ്ടുവന്ന സ്ഥലത്തൊക്കെ പ്രിയേ സാധനം കൊണ്ടുവന്ന് വെക്കാൻ പോകണം. സോ പിന്നെ വരാം. ഓക്കെ, ഒരുങ്ങാൻ നേരം കാണാൻ. ബൈ. ഓഡിറ്റോറിയത്തിൽ വന്നു, റെഡി ആവാനായിട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ നേരെ ഒരുങ്ങാൻ കയറി. കൃഷ്ണനായിട്ട് അർച്ചനയാണ് അപ്പോൾ പ്രിയ ഒരുക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് ഒരുങ്ങുന്നതുകൊണ്ട് ഞാൻ ഒരുങ്ങാൻ തുടങ്ങി. കൃഷ്ണനെ ഒരുക്കി കണ്ണൊക്കെ എഴുതിയത് ശരിയാണോ എന്നൊക്കെ നോക്കുകയാണ് അർച്ചന കണ്ണാടി എടുത്തിട്ട്. പിന്നെ എന്ത് പ്രോഗ്രാമാണെന്ന് ചോദിച്ചവർക്ക് ഇത് ഞങ്ങളുടെ കോളേജിലെ ചേച്ചിമാരൊക്കെ ഗ്രാജുവേറ്റ് ചെയ്ത് പറഞ്ഞു വിടുന്ന ഒരു പരിപാടിയാണിത്. അതായത് ഗ്രാജുവേഷൻ പ്രോഗ്രാം എന്ന് പറയും. അങ്ങനെ ഇരുന്നപ്പോഴത്തേനാണ് ഞങ്ങളുടെ BScയിലെ സീനിയേഴ്സ് കോട്ട് സൂട്ടൊക്കെ ഇട്ട് ഏതാ സെറ്റപ്പ് മോനെ. പിന്നെ ഞങ്ങളുടെ കാര്യം നോക്കി ഒരുങ്ങാൻ തുടങ്ങി. അപ്പോഴത്തേനും തൂക്കാൻ വന്ന ചേച്ചിമാരൊക്കെ ഞങ്ങളെ നോക്കിയിരിക്കുന്നു. പിന്നെ കൃഷ്ണനെ ഒരുക്കി അവിടെ തലയിൽ ആ സാധനങ്ങളെല്ലാം വെച്ച് സെറ്റപ്പ് ആക്കിയപ്പോഴത്തേനും ഞാൻ എൻ്റെ മൂക്കുത്തിയും സ്പ്രിങ്ങും ഒക്കെ നേരെയാണോ എന്ന് നോക്കുക. അപ്പോഴത്തേനും എന്നോട് ക്യൂട്ട്നെസ് ഇടാൻ പറഞ്ഞ് ഞാൻ ക്യൂട്ട്നെസ് ഇട്ടു. അങ്ങനെ കൃഷ്ണൻ കമ്മലൊക്കെ ഇട്ട് സെറ്റ് ആവും. രാധ ഒരുങ്ങി കഴിഞ്ഞു. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. പിന്നെ അതിൽ കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യും. ബാക്കി ശേഷം വരുന്നു കേട്ടോ. ആരെ ആലോചിച്ചിരിക്കുന്നു? രാധയുടെ കൃഷ്ണൻ ആരായിരുന്നു? ഇതോ എന്റെ അമ്മ പണ്ടേ തന്നെ എണ്ണ തേച്ചാ വളർത്തിയത്. അതുകൊണ്ട് ഇത്ര രാധ വെല്ലുവിളിയായിട്ട് കൃഷ്ണൻ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരുങ്ങി കഴിഞ്ഞ് പെയിന്റ് അടിക്കാനുള്ളവരൊക്കെ പെയിന്റ് അടിക്കാം. ഡാൻസ് ചെയ്യുന്നുണ്ട്. ഫുൾ കോസ്റ്റ്യൂം ഇട്ടില്ല, ഞാനും ഒരുക്കിയിട്ടില്ല. എനിക്കിനി ഇത് കഴിഞ്ഞിട്ട് വേണം അതൊരുക്കാൻ. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമിന്റെ വീഡിയോ ഞാൻ ഇടാം. കുറച്ച് തിരക്കാം. സോ ബൈ. അങ്ങനെ എൻ്റെ അർച്ചനയുടെ ഓപ്പണിംഗ് ഐറ്റം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനാണ് ബാബുസ്വാമിയുടെ ഡാൻസ് വന്നത്. അങ്ങനെ ബാബുസ്വാമി സ്റ്റേജ് അങ്ങ് തകർത്തി അങ്ങ് ഇളക്കി അങ്ങ് മറിക്കുമല്ലായിരുന്നോ? സീൻ സാധനമായിരുന്നു. പിന്നെ ഞങ്ങളുടെ സീനിയേഴ്സ്, തൊട്ട് മുന്നിലുള്ള സീനിയേഴ്സിൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡാൻസ്. ഇപ്പോൾ കോസ്റ്റ്യൂമും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും എന്താണ് ഞങ്ങളുടെ ഐറ്റം എന്ന്. പിന്നെ ഞങ്ങളുടെ ഗ്രാജുവേറ്റ് ആയി പോകുന്ന സീനിയേഴ്സിൻ്റെ ഡാൻസും കുറേ നല്ല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ എനിക്ക് കാണാൻ പറ്റിയില്ല, കാരണം ഫുള്ള് മേക്കപ്പിലായിരുന്നു. പിന്നെ അവരവരുടെ ഓപ്പർച്യൂണിറ്റി അവർ അടിച്ചു പൊളിച്ചു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുണ്ട്. അങ്ങനെ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുവാണ് ഗൈസ്. എന്തെല്ലാരും അഭിപ്രായം പറഞ്ഞോ? ഞങ്ങൾ എടുത്തുകാൽ പോയി, പക്ഷെ സാധനം പൊളിച്ച്. ഇനി ആർക്കെങ്കിലും എന്തൊക്കെ പറയൂ, പറ എന്തൊക്കെ പറയാനില്ല. ഒന്നും പറയാനില്ല. സിയ, എനിക്ക് ഒരുപാട് നിന്നോട് പറയാനുണ്ട്. റൂമിൽ പോയിട്ട് പറയാം. പ്രിയ ഗായ്സ്, എന്നെ കണ്ടാലും പേടിക്കണ്ട. ഞാൻ ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നതാണ്. ഇത് ഞങ്ങളുടെ സീനിയറാണ്. സീനിയർ ഞങ്ങളുടെ പോവാണ് ഗായ്സ്. ഞങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ പരിപാടി അങ്ങനെ ഇങ്ങോട്ട് നോക്കാം. ഞങ്ങളുടെ പരിപാടി അങ്ങനെ കഴിഞ്ഞു ഗായ്സ്. ഇതാണ് ഞങ്ങളുടെ കോലം. അപ്പം കോളേജിലെ ഗ്രാജുവേഷൻ്റെ പ്രോഗ്രാം ആയിരുന്നു. അർച്ചന കാണാം. ഗ്രാജുവേഷൻ്റെ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ചു. ഇതൊന്നും നോക്കൊന്നുമില്ല, ഇതൊക്കെ പോയി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ് ഒക്കെ പറഞ്ഞ് ഞാൻ നേരെ ബസ്സിൽ കയറിയിരുന്നു. മുഖത്ത് പെയിന്റ് കളയാൻ പറ്റ പാടെ. അപ്പോൾ ഇനി അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.